ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് നല്ല തേങ്ങാക്കൊത്തിട്ട നല്ല അടിപൊളി ബീഫ് കറിയാണ്. നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഇറച്ചിയിൽ എല്ലായിടത്തും മസാല ആവുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു 5-6 വിസിൽ വരെ നന്നായി വേവിക്കുക. ഇറച്ചി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. ഇതിനായി പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് വലിയ 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇത് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഏകദേശം ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മസാലയെല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാം. മസാലയും ഇറച്ചിയും നന്നായി യോജിപ്പിക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിവിടെ കറിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അതിനായി ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി വെച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നേരം വേവിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാൻ ആവശ്യമായ തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്ന ഒരു ബീഫ് കറിയാണിത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.